ജൻസി പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 51 നേപ്പാൾ പോലീസ്. ഒരു ഇന്ത്യൻ പൗരനും 3 പോലീസുകാരും കൊല്ലപ്പെട്ടെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. ബി ബാലഗോപാലുണ്ട്. ബാലു, ഇത് ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതിനപ്പുറത്തേക്ക് കലാപത്തിന്റെ കണക്കുകൾ ഭീതി ഉണർത്തുന്നതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസിന്റെ സ്ഥിരീകരണം? ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് രാജ്യം പോകുന്നുണ്ടോ ബാലു? അവിടെ നിന്ന് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് ബാലുവിന്? പ്രതീക്ഷ, കഴിഞ്ഞ 24 മണിക്കൂറായി നേപ്പാളിൽ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഒരു മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന ഈ കലാപത്തിൽ ആണ് ഇപ്പോൾ 51 പേർ കൊല്ലപ്പെട്ടു എന്ന് നേപ്പാൾ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണെന്നും നേപ്പാൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നേപ്പാൾ പോലീസിലെ 3 ഉദ്യോഗസ്ഥർ 3 പേര് ഉൾപ്പെടെയുള്ളവരാണ് ഈ 51 പേരുടെ കണക്കിപ്പോൾ നേപ്പാൾ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് ത്രിഭുവൻ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്രമമൊന്നും നടക്കുന്നില്ല എങ്കിൽ കൂടിയും ഈ മിക്ക മേഖലകളിലും പോലീസ് ഈ പട്ടാളം കർശനമായ കർഫ്യൂ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും കർഫ്യൂവിൽ ഇളവ് അനുവദിച്ചിരുന്നു. പക്ഷേ 11 മണിയോടുകൂടി വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഇനിയുള്ള ഇളവുകൾ ഉണ്ടാകുക എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാർത്തകളൊക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഈ സമരം നടത്തിയിരുന്നവരൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്ത്യൻ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചില മേഖലകളിൽ നിന്നൊക്കെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് നേപ്പാളിലെ അടുത്ത പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നും നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസായ സുശീല കർക്കിയുടെ പേരിന് തന്നെയാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇനിയും ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല. അതിനാലാണ് ചർച്ചകൾ വൈകുന്നതെന്നാണ് ഇപ്പോൾ നേപ്പാൾ മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും സമാധാനം, ഈ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പക്ഷേ കർഫ്യൂ ശക്തമായി തന്നെ സൈന്യം ഇപ്പോഴും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രജീഷ്, കാഠ്മണ്ഡുവിൽ നിന്നും തത്സമയ വിവരങ്ങളാണ് ബി ബാലഗോപാൽ പങ്കുവച്ചത്.